മീനോ ഇറച്ചിയോ ഒന്നും കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 25 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ അംശം എല്ലാം മാറി നല്ലോണം വഴണ്ടി വന്നാൽ മാത്രമേ നമ്മുടെ ഈ കറി 2 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ തക്കാളി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. മുക്കാൽ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടികൾ ചേർക്കാം. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ മുളക് പൊടി, 2.25 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയുടെ അളവ് എപ്പോഴും കൂടി നിൽക്കണം ഈ കറിക്ക്. അതിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കാനുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി നാളികേരം കൂടെ ചേർത്ത് ഇളക്കാം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറി കിട്ടുന്നതുവരെ ഇളക്കി കൊടുക്കണേ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ള മസാലയാണ്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കത്തിരിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. കത്തിരിക്ക ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ കത്തിരിക്ക വാങ്ങുമ്പോൾ ഏറ്റവും ചെറിയ കത്തിരിക്ക നോക്കി വാങ്ങുക. ഇത് ഞാൻ എടുത്തത് ഇത്തിരി വലുതായിപ്പോയി. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം. ചെറിയ കത്തിരിക്ക നോക്കി വാങ്ങണം ഈ കറിക്ക്. കത്തിരിക്ക നമുക്കിതുപോലെ എണ്ണയിലൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കത്തിരിക്ക നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മസാല നല്ലോണം വഴറ്റണം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഇനി ഇതിൽ ചേരും. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഗ്രേവിയിലെ കട്ടി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നാൽ ഒരുപാട് വെള്ളം ആവശ്യമില്ല. കുറുകിയ ഒരു കറിയാണിത്. ഇതുപോലെ ഇളക്കി നമ്മുടെ ഈ ഗ്രേവി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചച്ചുവയെല്ലാം പോയി നല്ലോണം തിളച്ച് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കറിക്ക് ഇടാകാതിരിക്കുകയുള്ളൂ. തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കത്തിരിക്ക ഇട്ട് കൊടുക്കാം. ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ഇടുമ്പോഴാണ് നമ്മുടെ ഈ ഗ്രേവിയും അതുപോലെ ഈ കറിയും എല്ലാം നല്ല ടേസ്റ്റായി കിട്ടുന്നത്. ഈ കറി നമ്മുടെ കത്തിരിക്കയുടെ അകത്ത് നല്ലോണം പിടിച്ച് കിട്ടണം. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ പച്ച കത്തിരിക്ക ഇടുകയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. കറിയും പെട്ടെന്ന് ചീത്തയാവും. മസാലകളെല്ലാം നമ്മുടെ ഈ കത്തിരിക്കയുടെ അകത്തൊന്ന് പിടിച്ച് കിട്ടട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഗ്രേവിയെല്ലാം നല്ലോണം നമ്മുടെ കത്തിരിക്കയിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്കിത് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യണം. കറി തയ്യാറായിട്ടുണ്ട്. ചൂട് ചോറിനൊപ്പം അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എണ്ണ കത്തിരിക്ക കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.